ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിപ്പോൾ ഹാമിംഗ് കോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ എറർ കറക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഹാമിംഗ് കോഡ്. അപ്പോൾ നമുക്ക് CRC, LRC, VRC, പാരിറ്റി ബിറ്റ്സ്, ചെക്സം പോലെയുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എറർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതേ പാരിറ്റീസ് തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന എറർ എവിടെയാണ് സംഭവിച്ചതെന്നും അത് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഹാമിംഗ് കോഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ, ഒരു 7 ബിറ്റ് ലെങ്ത് ഉള്ളൊരു ഡാറ്റ, അതായത് 4 ബിറ്റ് ഡാറ്റയും വരും, 3 ബിറ്റ് പാരിറ്റി ബിറ്റും വരുന്ന രീതിയിലുള്ളൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, സോ 7 ബിറ്റ് ഡാറ്റ, ദെൻ നമുക്ക് അതിൽ 4 ബിറ്റ് ആണ് ഡാറ്റ വരിക, 3 ബിറ്റ് പാരിറ്റി ബിറ്റായിട്ട് വരുന്നൊരു എക്സാമ്പിളാണ് നമ്മളോട് ചെയ്യണത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ അറിയേണ്ട കാര്യം, ഇതിൽ എവിടെയാണ് പാരിറ്റി ബിറ്റ് വരേണ്ടത്, എവിടെയാണ് ഡാറ്റ വരേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നോർമലി നമ്മളുടെ പാരിറ്റി ബിറ്റ് എവിടെയാണ്, അല്ലെങ്കിൽ എത്ര നമ്പർ പാരിറ്റി ബിറ്റ് വരണം എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ എത്ര ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് ആദ്യം അറിയണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 7 ബിറ്റിൻ്റെ എടുത്തേക്കണ കാരണം കൊണ്ട് 4 ബിറ്റ് ഡാറ്റ, 3 ബിറ്റ് പാരിറ്റി ബിറ്റ് തന്നെ വരുന്ന രീതിയിലേക്ക്, അതായത് 4 ബിറ്റാണ് ഡാറ്റ നമ്മുടെ കയ്യിൽ വരുന്നത്. അപ്പോൾ 4 ബിറ്റ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ, ഇവിടെ ഞാനിപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന ഈ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് K എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ ബിറ്റ്സിൻ്റെ നമ്പറായിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ അതായത് 4 ബിറ്റാണ് നമുക്ക് ഡാറ്റ ബിറ്റ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2⁻6 ആയിരിക്കും പാരിറ്റി ബിറ്റുകളുടെ എണ്ണം. അപ്പോൾ 4 ബിറ്റ് ഡാറ്റ, അപ്പോൾ 5 ആയിക്കോട്ടെ, 6 ആയിക്കോട്ടെ, എത്ര ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ ചെയ്യുമ്പോഴേക്കും നമുക്കത് പഠിക്കാനായിട്ട് എളുപ്പം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 4 ബിറ്റ് ഡാറ്റ എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുക്കുന്നു. സോ K = 4, 4 നമ്മളുടെ വാല്യൂ. അപ്പോൾ കണ്ടീഷൻ ഇതാണ്, 4 + R+1. ഇനി R എന്ന് പറയുന്നത് പാരിറ്റി ബിറ്റുകളുടെ എണ്ണമാണ്, എത്ര പാരിറ്റി ബിറ്റ് വേണമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ സോ 4 + R+1 എന്ന് പറയുന്നത് 2⁻6 വലുതോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം. അപ്പോൾ നമുക്ക് വേണ്ടത് എത്ര പാരിറ്റി ബിറ്റ്, നമ്മൾ ഈ 4 ബിറ്റ് ഡാറ്റയ്ക്ക് എത്ര പാരിറ്റി ബിറ്റ് കൊടുക്കണം എന്നാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി 4 ബിറ്റിന് 3 ബിറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 4 ബിറ്റിന് 3 ബിറ്റ് എങ്ങനെ വന്നു എന്നുള്ളതാണ് പറയണത്. അപ്പോൾ 4 ബിറ്റ് ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്, ഇപ്പോൾ 4 ബിറ്റിൻ്റെ ഡാറ്റയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ എത്ര ബിറ്റ് പാരിറ്റി വേണം? സോ 4 + R+1. ഇപ്പോൾ 4 + R+1 R എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ കയ്യിൽ ഇല്ല, അത് നമ്മൾ അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എത്ര എണ്ണം വേണമെന്ന് കണ്ടുപിടിക്കാനാണ് പോണത്. സോ 4 + 1 = 5. 5 പ്ലസ് നമ്മൾ R എന്ന് പറയുന്നതിന് 1 കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? അത് 4 + 1 5 + 1 6, 6 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അപ്പോൾ 2 ഈ Rന് നമ്മൾ 1 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2⁻1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 തന്നെ ആവുന്നുള്ളൂ. അതായത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവില്ല. ഇവിടെ എത്ര കിട്ടി? 2 വരുന്നു. ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ 6 ആണ്. സോ 1 ≥ 6 അല്ല, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, അതായിരിക്കണം ആറിൻ്റെ വാല്യൂ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും നമ്മൾ എടുത്തിരിക്കുന്നത് 3 ബിറ്റ് എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അപ്പോൾ ആ 3 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ കൊടുത്തു നോക്കാം. അപ്പോൾ 4 + 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ആണ്, 7 + 1 8. അപ്പോൾ ഇവിടെ ആറിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തിരിക്കുന്നത് 3 ആണ്. അപ്പോൾ 2⁻3 എന്ന് പറഞ്ഞാൽ 2 × 2 4, 4 × 2 8 വരും. അപ്പോൾ 8 ഈസ് ഗ്രേറ്റർ ദാൻ, എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 + 3 + 1. 4 + 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 + 1 8. അപ്പോൾ ഇവിടെ 8 ഇവിടെ 8. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്നുള്ളതാണ്. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഇതിനേക്കാൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് വേണമെങ്കിൽ അത് 3ക്ക് പകരം 4 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇതേ കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടും. പക്ഷെ അപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 ബിറ്റേ ഡാറ്റയേ ഉള്ളൂ. എക്സ്ട്രാ ഒരു ബിറ്റ് വരുന്നത് നമ്മൾ ഇവിടെ വേറെ ഒരു കോളം കൊടുത്തിട്ട് അവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരും. കാരണം നമുക്ക് ആകെ 7 ബിറ്റേ ഉള്ളൂ. 7 ബിറ്റിൽ 4 ബിറ്റ് ഡാറ്റ, 4 ബിറ്റ് പാരിറ്റി വരേണ്ട കാര്യമില്ല. അത് എങ്ങനെയാണെന്നുള്ള സംഭവം, അത് എങ്ങനെയാണ് ഓരോ ഡാറ്റയ്ക്കും ഏത് പാരിറ്റിയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ മുൻപ് പഠിച്ച ഈവൻ പാരിറ്റി അല്ലെങ്കിൽ ഓഡ് പാരിറ്റി സെറ്റപ്പ് അനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഈ ഒരു ബോക്സ് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഇപ്പോൾ ഈ എല്ലാ വാല്യൂസും, ഇത് 7 മുതൽ 2 വരെയുള്ള ഈ കോളംസിലെല്ലാത്തിലും 1 2 3 4 5 6 7 അങ്ങനെ എണ്ണത്തിൽ 6 എണ്ണത്തിൻ്റെ ഉള്ളിലും 1 എന്ന് പറയുന്ന വാല്യൂ ആണ് കിടക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമ്മളതൊരു ഈവൻ പാരിറ്റി ആയിട്ട് സെറ്റ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇതിലെല്ലാത്തിലും ഈ 6 കോളത്തിലും 1 വന്നു കഴിഞ്ഞാൽ
അപ്പോൾ ഇരട്ട സംഖ്യയായി അത്. ഓക്കെ, 1 2 3 4 5 6 6 ഒന്നുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഡാറ്റ ഈവൻ പാരിറ്റിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 0 ഇട്ട് കൊടുക്കും. ഇവിടെ 1 ഇട്ട് കൊടുത്ത് എന്ത് സംഭവിക്കും, മൊത്തത്തിലുള്ള ഡാറ്റയുടെ ഒന്നുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഓഡ് നമ്പറായിട്ട് മാറും. അപ്പോൾ അത് ഈവൻ പാരിറ്റി ആവില്ല, അത് ഓഡ് പാരിറ്റി ആവുള്ളൂ. നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് ഈവൻ ആണോ ഓഡാണോ എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണത്. അപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്യലാണ് ഇവിടെയും ചെയ്യണേ. അപ്പോൾ നമുക്ക് 4 ബിറ്റ് ഡാറ്റയുണ്ട്, 3 ബിറ്റ് പാരിറ്റി ഉണ്ട്, നമുക്ക് മനസ്സിലായി. ഇനി നമുക്കറിയേണ്ടത് ഈ 3 ബിറ്റ് പാരിറ്റി ഈ കാണുന്ന ഡാറ്റ സെൻഡ് ചെയ്യുന്ന ഡാറ്റയിൽ എവിടെയാണ് നമ്മൾ ഈ പാരിറ്റി ബിറ്റുകൾ കൊള്ളിക്കേണ്ടതെന്നുള്ളതാണ് അടുത്ത് നോക്കണേ. അപ്പോൾ അതിനുള്ള ഒരു ഇക്വേഷനാണ് ഈ കൊടുത്തേക്കണേ, 2n. 2n is equal to പൊസിഷൻ ഓഫ് പാരിറ്റി ബിറ്റ്. അതിൽ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 to n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ 2⁻0 n-ന് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. 1 കൊടുക്കുമ്പോൾ 2 കിട്ടും, 2 കൊടുക്കുമ്പോൾ 4 8 16 അങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ 7 കള്ളികളേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഈ 4 വരെയുള്ളത് മതി. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് 2⁻0 ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ ആൻഡ് ഫോർത്ത് പൊസിഷൻ. സോ അതാണ് ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ ആൻഡ് ഫോർത്ത് പൊസിഷൻ നമ്മുടെ പാരിറ്റി ബിറ്റുകൾ വയ്ക്കേണ്ട സ്ഥലങ്ങളാണ്. സോ പാരിറ്റി ബിറ്റ് വയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് വേണം, ഡാറ്റ ഏതാണെന്ന് അറിയണം. ഡാറ്റ കിട്ടിയാലാണ്, ഡാറ്റ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, പാരിറ്റി ബിറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യം ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ നോക്കിയിട്ട് പാരിറ്റി സെറ്റ് ചെയ്യാം. സോ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ഓരോ കോളത്തിലും ഡാറ്റ വരുന്ന ഭാഗങ്ങളെയാണ് ഞാനിവിടെ D3 D5 D6 D7 എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. P1 P2 ആൻഡ് P4 എന്ന് പറയുന്നത് നമ്മുടെ പാരിറ്റി ബിറ്റുകളുടെ പൊസിഷൻസ് ആണ്. ഓക്കെ, സോ അതിൽ P1 എന്ന് പറയുന്ന പാരിറ്റി, ഇവിടെ ഒരു പാരിറ്റി ബിറ്റ് വരുമല്ലോ, ആ പാരിറ്റി ബിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഡാറ്റ, അതായത് നമ്മളൊരു ഡാറ്റ കൊടുക്കുന്നു, ആ ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഈവൻ പാരിറ്റി നമ്മൾ സെറ്റ് ചെയ്യാനായിട്ടാണ് പോണത്. അപ്പം അങ്ങനെ ഈവൻ പാരിറ്റി സെറ്റ് ചെയ്യണമെങ്കിൽ ഡാറ്റ വരുന്ന കോളംസ് ഏതാണെന്ന് നോക്കണ്ടേ. ഡാറ്റ വരുന്ന കോളംസ് ഏതൊക്കെയാണ്, D3-ലും D5-ലും D6-ലും D7-ലും നമുക്ക് ഡാറ്റ വരും. പക്ഷേ ഒരു പാരിറ്റി ഇതിൽ 3 ബിറ്റുകളെ മാത്രമേ റെപ്രസെൻ്റ് ചെയ്യുള്ളൂ. ഇവിടെ ഇപ്പോൾ മൊത്തം 4 എണ്ണം ഉണ്ട്, D3 D5 D6 D7 അങ്ങനെ 4 ബിറ്റ് ഡാറ്റയുണ്ട്. പക്ഷേ അതിൽ 3 എണ്ണത്തിന് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് P1, വേറെ 3 എണ്ണം അത് കോമ്പിനേഷനായിട്ട് 3 എണ്ണത്തിന് റെപ്രസെൻ്റ് ചെയ്യുന്നത് P2, 3 എണ്ണത്തിന് റെപ്രസെൻ്റ് ചെയ്യുന്നത് P4. അപ്പോൾ അതിൽ P1 റെപ്രസെൻ്റ് ചെയ്യുന്ന ഡാറ്റ ബിറ്റുകളാണ് D3 D5 D7. സോ ഇതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റാസ് ഇപ്പോൾ D7-ലും D5-ലും D3-ലും 1 1 1 ആണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും P1 എന്ന് പറയുന്നത് 1 ആവും. എങ്ങനെ, D3-യും 1 D5-ഉം 1 D7-ഉം 1 ആണ്. നമ്മൾ ഈവൻ പാരിറ്റി ആണ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ P1 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എന്ത് കൊടുക്കണം, 1 കൊടുക്കണം. കാരണം അപ്പോൾ ഇവിടെ 1 ആവും, ഇവിടെ 1 ആവും, 1 ആവും, 1 ആവും. അപ്പോൾ 4 1 ഈവൻ പാരിറ്റി ആയി. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് ഇതിപ്പോൾ D3 1 D5 0 D7 1 ആയിരുന്നു വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഓൾറെഡി 2 1കളേ ഉള്ളൂ, ഒരു 0 ആണ്. അപ്പോൾ നമ്മൾ P1-ന് എന്ത് കൊടുക്കണം, 0 കൊടുക്കണം. അതാണ് ഈവൻ പാരിറ്റി ഓഡ് പാരിറ്റി സെറ്റിംഗ്. സോ അതനുസരിച്ച് P1-ൻ്റെ ഈ പാരിറ്റി 1-ൻ്റെ കീഴിൽ വരുന്നത് D3 D5 D7. P2 എന്ന് പറയുന്ന പാരിറ്റി നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് D3 D6 D7 എന്ന് പറയുന്ന ഡാറ്റ നോക്കിയിട്ടാണ്. P4 എന്ന് പറയുന്ന പാരിറ്റി ബിറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് D5 D6 D7 എന്ന് പറയുന്ന ഡാറ്റാസ് നോക്കിയിട്ടാണ്. സോ അത് സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ P1 എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് D3 D5 D7 വന്നേ എന്ന് മനസ്സിലാക്കാനായിട്ടാണ് അടുത്ത ഒരു സെറ്റ് ഇട്ടേക്കണേ. അതിലിവിടെ ഈ ബൈനറി കോഡ് നോക്കുക, അതുപോലെ ഈ ഒരു സെൻറ്റൻസ് നോക്കുക. P1 എന്ന് പറയുന്നതിൽ നമ്മളുടെ ബൈനറി കോഡ് റൈറ്റ് മോസ്റ്റ് ബിറ്റ് 1 വരുന്നത്, റൈറ്റ് മോസ്റ്റ് ബിറ്റ് 1 വരുന്ന എല്ലാ പൊസിഷൻസും P1-ൻ്റെ ആയിരിക്കും. സോ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ P1 എന്ന് പറയുന്നതിൻ്റെ റൈറ്റ് മോസ്റ്റ് ബിറ്റ് 1 P1, ഇത് ഓൾറെഡി പാരിറ്റി ബിറ്റിന് പോയി. പിന്നെ വരുന്നത് തേർഡ് പൊസിഷനാണ്. സോ D3 വരുന്നത് തേർഡ് പൊസിഷനിലാണ്. അപ്പോൾ D3 നമ്മൾ എടുത്തിട്ടുണ്ട്. ദെൻ റൈറ്റ് മോസ്റ്റ് ബിറ്റ് 1 വരുന്നത് 5-ലാണ്, ഫിഫ്ത്ത് പൊസിഷൻ. D5 നമ്മൾ എടുത്തിട്ടുണ്ട്. ദെൻ റൈറ്റ് മോസ്റ്റ് ബിറ്റ് 1 വരുന്നത് 7 D7. നോക്കൂ, D7. അങ്ങനെയാണ് ഈ ഓരോ പാരിറ്റിക്കും, അതായത് ആ ഏതൊക്കെ ഡാറ്റയുടെയാണ് നമ്മളിവിടെ പാരിറ്റി സെറ്റ് ചെയ്യണമെന്നുള്ളത് അങ്ങനെയാണ് വന്നേക്കണേ. P2-ൻ്റെ അതുപോലെ നോക്കുമ്പോൾ നമ്മൾ സെൻറ്റർ ബിറ്റ് 1 വന്നിരിക്കുന്നതൊക്കെ P2-ൻ്റെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ P2 എന്ന് പറയുന്ന പാരിറ്റി 2 ഓൾറെഡി നമ്മൾ പോയി. സെൻറ്ററിൽ 1 വന്നിരിക്കുന്ന 2 ഓൾറെഡി നമ്മൾ പാരിറ്റിക്ക് വേണ്ടി പോയി. ഇനി സെൻറ്ററിൽ 1 വന്നിരിക്കുന്നത് തേർഡ്
ബിറ്റിൻ്റെ സെൻറ്ററിൽ 1 ആണ്. അപ്പോൾ അത് D3 നമ്മളത് P2 വേണ്ടി എടുത്തു. ദെൻ സെൻറ്ററിൽ 1 വന്നിരിക്കുന്നത് 6th ബിറ്റിനും 7th D6ഉം D7 എന്താ 6 7 D6ഉം D7ഉം. ഇനി P4 എടുക്കുമ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് 1 വരുന്നത്, ഈ ബിറ്റുകൾ 1 വരുന്നതൊക്കെ P4ലേക്കാണ് വരിക. ഇതിൽ 4th പൊസിഷൻ P4 പാരിറ്റി ബിറ്റിന് വേണ്ടി പോയി. ദെൻ 5ഉം 6ഉം 7ഉം, സോ D5 D6 D7 അത് P4ലേക്കും വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ പൊസിഷൻ പാരിറ്റി ബിറ്റിൻ്റെ പൊസിഷൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഡാറ്റ അതിലേക്ക് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന നമ്മുടെ ഡാറ്റ സെൻറ്റർ ചെയ്യുന്ന കാര്യമാണ് ഈ പാരിറ്റി ബിറ്റ് സെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ സെൻറ്റർ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 1101 എന്ന് പറയുന്നതാണ് നമ്മുടെ ഡാറ്റ, 4 ബിറ്റ് ഡാറ്റ എന്ന് പറയുന്നത് 1101 ആണ്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് 3 ബിറ്റ് പാരിറ്റി ബിറ്റുകൾ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു 1101 നമ്മൾ ഇൻസർട്ട് ചെയ്യും. അപ്പോൾ ഇത് ബൈനറി ഡാറ്റ എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കാണ് വരിക. അതായത് ഈ ഡാറ്റ പോകുന്നത് ഇങ്ങോട്ടേക്കാണ്, റൈറ്റിലേക്കാണ് ഡാറ്റ പോകുക. അപ്പോൾ ഫസ്റ്റ് ഇത്, സെക്കൻഡ് ദിസ് വൺ, തേർഡ് ദിസ് വൺ, അങ്ങനെയാണ് പോകുക. അപ്പോൾ സോ 1101 എന്ന് പറയുമ്പോൾ നമ്മുടെ ഡാറ്റയിൽ 1 1 0 1 അങ്ങനെ വരും. നോക്കുക, ഡാറ്റ ബിറ്റിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. D3 അപ്പോൾ എന്ത് വരും 1 വരും, D5 1 വരുന്നു, D6 0 വരുന്നു, D7 1 വരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഡാറ്റാസ് സെറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇല്ല, അത് ഞാൻ എഴുതി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്കത് നോക്കാം. സോ നമ്മളുടെ പാരിറ്റി കോഡ് അനുസരിച്ചിട്ട് P1 എന്ന് പറയുന്ന പാരിറ്റി ബിറ്റ് ഡിസൈഡ് ചെയ്യുന്നത് D3 D5 D7 ആണ്. സോ D3 എന്തുണ്ട് 1 ഉണ്ട്, D5 1 ഉണ്ട്, ആൻഡ് D7 1 ആണ്. അപ്പോൾ 3 1കളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിലവിൽ അത് ഓഡ് നമ്പറാണ്. അപ്പോൾ നമുക്ക് ഈവൻ പാരിറ്റി ആയിട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ P1 എന്ത് കൊടുക്കണം, ഇപ്പോൾ 1 കൊടുക്കണം. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര 1 ആയി, 1 1 1 1. സോ 4 1s ആയി, അത് ഈവൻ പാരിറ്റി സെറ്റ് ആയി. ദെൻ P2 എന്ന് പറയുന്നതിൻ്റെ കീഴിൽ D3 D6 D7 ആണ്. D3 1 D6 0 D7 1. സോ 1 0 1 ആണ് വരുന്നത്, 1 0 1, വിച്ച് മീൻസ് 2 1s അവിടെ ഓൾറെഡി ഉണ്ട്, അവിടെ ഓൾറെഡി ഈവൻ ആണ്. സോ P2 നമ്മൾ എന്ത് കൊടുത്താൽ മതി, 0 കൊടുത്താൽ മതി. ഇനി P4 എടുക്കുന്നു, D5 D6 D7 D5 D6 D7 1 0 1, ഓൾറെഡി 2 1s അവിടെ ഉണ്ട്. 2 1s ഉള്ളത് കൊണ്ട് ഈവൻ പാരിറ്റി ആണ്. സോ നമ്മൾ ഈവൻ പാരിറ്റി ആയിട്ട് തന്നെ നിർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, P4 നമ്മൾ എന്ത് ചെയ്യുന്നു 0 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കൊടുക്കുന്നു. സോ P1 P2 P4 എന്ന് പറയുന്നത് P1 1 വരും, P2 0 വരും, P4 0 വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈവൻ പാരിറ്റി സെറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓഡ് പാരിറ്റി ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡ് പാരിറ്റി ആണെന്ന് നമ്മൾ എഗ്രി ചെയ്തിട്ടതിന് ശേഷം ഓഡ് പാരിറ്റി ആയിട്ട് സെറ്റ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ അയക്കാം. ഈവൻ പാരിറ്റി ആണ് മിക്കപ്പോഴും നമ്മൾ ചെയ്യാനും ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഈവൻ പാരിറ്റിക്കാണ് നമുക്ക് എളുപ്പം ചെയ്യാനായിട്ട്. സോ ഇവിടെ നമ്മുടെ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ അതുകൊണ്ട് 1 0 1 0 1 0 1 എന്ന് പറയുന്ന ഡാറ്റ നമ്മുടെ കംപ്ലീറ്റ് ഡാറ്റയായി, ഫൈനൽ ഡാറ്റ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. ഇനി റിസീവറുടെ സൈഡിലേക്ക് എത്തുന്ന ഭാഗമാണ് ഇനി നമ്മൾ നോക്കണേ. അപ്പോൾ റിസീവറുടെ സൈഡിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എറർ സംഭവിച്ച എറർ ഇതാണ്, 6th പൊസിഷൻ. നമ്മുടെ റിയൽ ഡാറ്റയിൽ 6th പൊസിഷൻ 0 ആയിരുന്നു, റിസീവ് ചെയ്തപ്പോൾ 6ാമത്തെ പൊസിഷൻ 1 ആയി. അത് റിസീവ് ചെയ്ത ആൾക്ക് അറിയില്ല. സെൻഡ് ചെയ്തു, റിസീവ് ചെയ്ത ആൾക്ക് അത് എറർ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എറർ ചെക്കിംഗ് ആണ് ഫസ്റ്റ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ P1 പാരിറ്റി വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്നു. അതായത് നമുക്കറിയാം P1ന് D3 D5 D7 ആണെന്ന് അറിയാം. അപ്പോൾ P1ൻ്റെ കറസ്പോണ്ടിങ് D3 D5 D7ൻ്റെ വാല്യൂസ് ഞാനിവിടെ എഴുതി, D3 1 D5 1 ആൻഡ് D7 1. പാരിറ്റി 1 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായത് ക്ലിയർ ആണ്, കറക്റ്റ് ആണ്, കുഴപ്പങ്ങളൊന്നുമില്ല. P2 അതുപോലെ എടുക്കുകയാണ്, P2ൻ്റെ 0 ആണ് P2ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള D3 D6 D7ൻ്റെ വാല്യൂസ് ഞാൻ ഇവിടെ നോക്കുന്നു, D3 D6 D7 1 1 1 1 1 1. ഇവിടെ നോർമലി പാരിറ്റി 1 വരണമായിരുന്നു, പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താണ് 0 ആണ് കിടക്കുന്നത്. സോ അവിടെ ഒരു എറർ ഉണ്ട്. P4ന് അതുപോലെ D5 D6 D7 എന്ന് പറഞ്ഞ പൊസിഷൻ നോക്കുക, D5 D6 D7 111 ആണ് വന്നിരിക്കുന്നത്, 111 വന്നു, P4 0 ആണ് കിടക്കണേ. സോ ഇവിടെയും എറർ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ ആവണമായിരുന്നു, 1 ആവണമായിരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ഡാറ്റ 0 ആവണമായിരുന്നു. ഇത് ഏത് രീതിയിലും ആവാം പ്രശ്നം. അപ്പോൾ നമുക്ക് എറർ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഏത് ബിറ്റിലാണെങ്കിലും ഏത് പൊസിഷനിലാണ് എറർ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യലാണെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ റീറൈറ്റ് ചെയ്യാൻ പോവാണ് പാരിറ്റി ബിറ്റിനെ. കറക്റ്റായിട്ടുള്ള പാരിറ്റി സെറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു, 0 കൊടുക്കുന്നു. അതായത് ഇത് കറക്റ്റാണ്. കറക്റ്റ് ആകുമ്പോൾ P1ന് നമ്മൾ എന്ത് കൊടുക്കണം, 0 കൊടുക്കണം. ഇനി എറർ വന്നിരിക്കുന്നതിന് എന്ത് കൊടുക്കണം, 1 ആക്കണം. അങ്ങനെ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, P1 നമുക്ക് ശരിയാണ്, P1 അപ്പോൾ ഞാൻ എന്താക്കി, അത് 0 ആക്കി. P2 0 ആണ്, എറർ ഉണ്ട്, അതിന് ഞാൻ എന്ത് ചെയ്തു, കറക്റ്റ് ചെയ്യാനായിട്ട് ഞാനത് 1 കൊടുത്തു. അതുപോലെ P4 എന്താണ്, എറർ ഉണ്ട്,
അപ്പോൾ അത് 0 ആണ്. അത് ഞാൻ എന്ത് ചെയ്തു, റീറൈറ്റ് ചെയ്തിട്ട് 1 ആക്കി. അപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിച്ചു, P1 0 ആയി, P2 1 ആയി, P4 1 ആയി. കറക്റ്റ് ആയത് 0, എറർ സംഭവിച്ചത് 1. ഇപ്പോൾ സപ്പോസ് ഇതിൽ ഈ പറയുന്ന സംഭവത്തിൽ ഇവിടെ ഒരു ഉദാഹരണമാണ് പറയണേ. P2 1 ആണ് എന്ന് വിചാരിക്കുക, ഓൾറെഡി 1 ആണ്, പക്ഷേ എറർ ഉണ്ട് എന്ന് വിചാരിക്കുക. അതായത് ഇവിടുത്തെ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ 1 0 1 ആണ് കിടന്നിരുന്നത്, ഇവിടെയും 1 ആണ്. അപ്പോൾ ഒബ്വിയസ്ലി എറർ ഉണ്ട്. നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, ആ 1നെ അങ്ങനെ തന്നെ എടുത്ത് ചെയ്താൽ എറർ ഉള്ളത് അങ്ങനെ തന്നെ, മീൻസ് അങ്ങനെ, അതായത് എറർ ഉള്ളതിനെ നമ്മൾ 1 ആക്കിയിട്ട് മാറ്റണം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി 1 ആയിരുന്നു, 1 ആണ് എന്നുണ്ടെങ്കിൽ 1 തന്നെ ആക്കിയിട്ട് നമുക്ക് എടുത്ത് എഴുതാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് കറക്റ്റായിട്ടുള്ള പാരിറ്റി, കറക്റ്റ് വന്നിരിക്കുന്നതിൻ്റെ പാരിറ്റീനെ നമ്മൾ 0 ആക്കുന്നു, എറർ വന്നിരിക്കുന്ന പാരിറ്റീനെ നമ്മൾ 1 ആക്കുന്നു. ഓക്കെ, അല്ലാതെ 1 ആയതിനെ 0 ആക്കുന്നു, 0 ആയതിനെ 1 ആക്കലല്ല ചെയ്യണേ. കറക്റ്റ് ഉള്ളതിനെ നമ്മൾ 0 തന്നെ ആക്കുന്നു, 0 ആക്കി വയ്ക്കുന്നു, എറർ ഉള്ളതിനെ നമ്മൾ 1 ആക്കി വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, 1 1 0 എന്ന് പറയുന്നൊരു വാല്യൂ കിട്ടി. ഇനിയാണ് നമ്മൾ ഈ ഒരു ബൈനറി കോഡ് നോക്കേണ്ടത്. ഇപ്പോൾ 1 P4 P2 P1, ഇവിടെ നമുക്ക് P4 P2 P1ൻ്റെ വാല്യൂസ് നമുക്ക് ഇനിയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 1 1 0 എന്ന് പറയുന്ന ബൈനറി കോഡ് കിട്ടും. 1 1 0 വിച്ച് മീൻസ് 6th പൊസിഷൻ. അപ്പോൾ 6ാമത്തെ പൊസിഷനിലാണ് എറർ സംഭവിച്ചിരിക്കുന്നത്. സോ ഇതൊരു ബൈനറി ആണ്, 1 or 0 അല്ലെങ്കിൽ 0 or 1 എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഓൾറെഡി എന്തൊക്കെ എടുക്കുന്നത് 1 ആണ്, ആ 1നെ നമ്മൾ മാറ്റി 0 ആക്കിയാൽ മതി. അപ്പോൾ എറർ അവിടെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് ചെറിയ ഡാറ്റകളിൽ മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ട് പറ്റുള്ളൂ. മില്യൺസ് ഓഫ് ബിറ്റ്സ് വരുന്ന ഡാറ്റകളിലൊക്കെ ഇങ്ങനെ എറർ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആയിരിക്കും. ഇത് വലുതാകും തോറും ഇത് കൂടുതൽ കോംപ്ലക്സ് ആയി വരികയും ചെയ്യും. സോ നിലവിലുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷൻസിൽ ഇതൊന്നും അത്രയ്ക്ക് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാറില്ല. എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് പാരിറ്റി ബിറ്റ് യൂസ് ചെയ്യുന്ന പോലെ എറർ കറക്ഷന് വേണ്ടി ഹാമിംഗ് കോഡ് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിലും വലിയ ഒരു ഡാറ്റയിലേക്ക് എത്തുമ്പോൾ അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് കറക്റ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ നമുക്ക് ഇതേ ഡാറ്റ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇവിടെ റിക്കവർ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. ഏത് പൊസിഷനിലാണ് എറർ വന്നതെന്നും അത് കറക്റ്റ് ചെയ്യാനും നമുക്ക് ഇപ്പോൾ ഹാമിംഗ് കോഡ് വെച്ചിട്ട് സാധിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു.